എടിഎമ്മുകളിൽ നിന്നും ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% എടിഎമ്മുകളിലും ഇപ്പോഴും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. അടിസ്ഥാന വായ്പകളുടെ പലിശ യൂണിയൻ ബാങ്കും ഇളവ് നൽകി. ജനുവരി 1 മുതൽ എടിഎമ്മുകളിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് എടിഎമ്മുകൾ പ്രവർത്തന സജ്ജമല്ല എന്നതും പണമില്ല എന്നതും ജനത്തെ ദുരിതത്തിലാക്കുകയായിരുന്നു. ദില്ലിയടക്കം രാജ്യത്തെ പ്രധാന നഗരകേന്ദ്രങ്ങളിൽ പോലും എടിഎമ്മുകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾക്കെല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ എടിഎമ്മുകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിനനുസൃതമായി എടിഎമ്മുകളിൽ സാങ്കേതികമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ടുമാറ്റം വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് മേധാവികൾ സൂചിപ്പിച്ചു. ഇതിനു തൊട്ടുപുറകെ അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ച് SBIയും യൂണിയൻ ബാങ്കും രംഗത്തെത്തി. SBI 0.9% പലിശ കുറച്ചപ്പോൾ യൂണിയൻ ബാങ്ക് 0.6% പലിശ കുറച്ചു. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ടുമാറ്റം എന്ന ആരോപണം ശക്തമാണ്. ഇത് ശരിവെക്കുന്നതാണ് നിക്ഷേപം ഉയർത്തിയതിനെ തുടർന്ന് പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ നിലപാടും. ന്യൂസ് ഡെസ്ക്. പുതുവർഷ തലേന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ നിരാശപ്പെടുത്തുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മോദിയുടെ മേമ്പൊടി ആനുകൂല്യങ്ങൾ കൊണ്ട് മറച്ചുവെക്കാൻ കഴിയുന്നതല്ല നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് രാജ്യം നേരിടുന്ന വൻ പ്രതിസന്ധിയെന്നും കോടിയേരി പറഞ്ഞു. 50 ദിവസം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം നൽകി നടപ്പാക്കിയ നോട്ട് നിരോധിക്കൽ വൻ ദുരന്തമായതിനാൽ ഇനിയും ജനങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്നും കോടിയേരി പറഞ്ഞു. ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യാനുസരണം തിരിച്ചുകിട്ടുന്നതിന് ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും എടുത്തുകളയണമെന്നും ഈ ആവശ്യം നേടിയെടുക്കാനുള്ള തുടർ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി വൻ പരാജയമാണെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിമാരെ വിളിച്ചു കൂട്ടാൻ പോലും അവരുടെ അഭിപ്രായങ്ങൾ തേടാൻ പോലും പ്രധാനമന്ത്രി 50 ദിവസത്തിന്റെ സമയപരിധിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആ ജനാധിപത്യ ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. സമാജ്വാദി പ്രശ്നങ്ങൾ സങ്കീർണം. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത ദേശീയ കൺവെൻഷനിൽ അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. എന്നാൽ കൺവെൻഷൻ പാർട്ടി ഭരണഘടനയ്ക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുലായം സിംഗ് യാദവ് രാംഗോപാലിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയുടെ ഔദ്യോഗിക കൺവെൻഷൻ ജനുവരി 5 ചേരുമെന്നും മുലായം അറിയിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ വച്ചാണ് അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷനായ ശിവപാൽ യാദവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയും അമർ സിംഗിനെ പുറത്താക്കിക്കൊണ്ടുമുള്ള പ്രമേയവും പാസാക്കി. മുലായം സിംഗ് യാദവ് പാർട്ടിയുടെ മാർഗദർശിയായി തുടരുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. और नेताजी पिताजी हैं तो मैं उनका बेटा रहूंगा. ये रिश्ता कोई नहीं खत्म कर सकता. और मैं इस अधिवेशन में तमाम लोगों के सामने देश के सामने कह सकता हूं, जो मेरी जिम्मेदारी है बेटे की हैसियत से, अगर पार्टी बचानी पड़े तो पार्टी बचाएंगे, अगर परिवार के लोगों को बचाना पड़ेगा तो परिवार के लोगों को सहयोग खड़ेंगे. തൊട്ടു പിന്നാലെ മുലായം സിംഗ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചു. രാംഗോപാൽ വിളിച്ച കൺവെൻഷൻ പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തീരുമാനങ്ങൾ മുലായം തള്ളി. യോഗം വിളിച്ച രാംഗോപാൽ യാദവിനെ 6 വർഷത്തേക്ക് പുറത്താക്കി. 3 ദിവസത്തിനിടെ 2ാം തവണയാണ് രാംഗോപാലിനെ പുറത്താക്കുന്നത്. ജനുവരി 5-ാം തീയതി ദേശീയ കൺവെൻഷൻ ചേരുമെന്നും മുലായം സിംഗ് അറിയിച്ചു. രാംഗോപാൽ യാദവ് വിളിച്ച കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്ന് മുലായം നേതാക്കൾക്ക് കത്ത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന മുലായത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് ഭൂരിപക്ഷം നേതാക്കളും അഖിലേഷിന് പിന്തുണയുമായി കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. സമാജ്വാദി പാർട്ടിയിലെ മൂപ്പിളമ തർക്കം ഒടുവിലെത്തി നിൽക്കുന്നത് പാർട്ടിക്ക് 2 ദേശീയ അധ്യക്ഷന്മാർ എന്ന സ്ഥിതിയിലാണ്. മകന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ മുലായം സിംഗ് യാദവ് തയ്യാറാകുമോ അതോ പാർട്ടി 2 വഴിക്ക് പിരിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ദില്ലിയിൽ നിന്നും M സന്തോഷ്. നോട്ടുമാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4 പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ
പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4 ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കനാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടി നേതാക്കളോട് കാണിക്കുമെന്ന് VD സതീശനും ശിവഗിരിയിൽ നടന്ന സംഘടനാ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സംഘർഷമില്ലാത്ത സംഘടനാ പ്രവർത്തനം എന്ന സംഘടനാ സമ്മേളനത്തിലാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കാൾ അധികം നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വ്യക്തമാക്കി. ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന പല സംഘർഷങ്ങളും ചർച്ചയിൽ കൂടി പരിഹരിക്കണം. ഈ സമ്മേളന വേദിയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലപ്പോഴും പല നിലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേരളത്തിൻ്റെ പേര് ദേശീയ തലത്തിൽ തന്നെ തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ ഇടവരുത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇതിനാവശ്യമായ സംവാദങ്ങൾ, ചർച്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരംഭിക്കണം. ആവശ്യമാണെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം. സംഘർഷങ്ങൾ ദേശീയ തലത്തിൽ തെറ്റായ പ്രചരണത്തിന് ഇടയാക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവയ്ക്കാതിരിക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളസാക്ഷിയെ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ സംഘർഷങ്ങൾ ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. അക്രമം വഴി ഒരു ആശയത്തെയും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കോടിയേരി മുന്നോട്ടുവച്ച തുറന്ന ചർച്ചയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടക്കുമ്പോഴാണ് സംഘർഷങ്ങളിലേക്ക് കടക്കുന്നതെന്ന് കുമ്മനം പറഞ്ഞു. കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോരിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ തുറന്നടിച്ചത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടിയിലെ നേതാക്കളോട് കാണിക്കുമെന്ന് VD സതീശൻ ചോദിച്ചു. വ്യക്തിപരമായി ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ സംഘടനയിൽ ചാരിവെക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ബന്ധവും ഉണ്ടാകണം. അതുപോലും ഇല്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുന്നത്? വ്യക്തിയുടെ താല്പര്യങ്ങളെ സംഘടനയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഘടന എന്നുള്ള വാക്കിന് പോലും അർത്ഥമില്ലാതായി മാറും. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പിസം പോലെ മതസംഘടനകൾക്കുള്ളിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്നതായും സതീശൻ കുറ്റപ്പെടുത്തി. സമ്പത്ത് MP, ബിനോയ് വിശ്വം തുടങ്ങിയവരും വിഷയത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവത്സര ആഘോഷത്തിനിടെ തുർക്കിയിലെ ഇസ്താംബുളിൽ നിശാ ക്ലബ്ബിലുണ്ടായ വെടിവെപ്പിൽ 39 പേർ കൊല്ലപ്പെട്ടു. 45ഓളം പേർക്ക് പരിക്കേറ്റു. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ ആക്രമി വെടിയുതിർക്കുകയായിരുന്നു. സംഭവം ഭീകരാക്രമണമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്താംബൂളിലെ ഓട്ടാക്കോയ് മേഖലയിലെ റെയ്ന നിശ ക്ലബിലാണ് പ്രാദേശിക സമയം പുലർച്ചെ 1:30 ആക്രമണമുണ്ടായത്. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ അക്രമി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവ സമയത്ത് 600ഓളം പേർ ക്ലബിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ചിലർ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടുകയായിരുന്നു. വെടിവെപ്പ് നടത്തിയ അക്രമിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒന്നിലധികം അക്രമികൾ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു.
സംഭവം ഭീകരാക്രമണമാണെന്ന് ഇസ്താംബുൾ ഗവർണർ വാസിഫ് സഹിൻ പറഞ്ഞു. അക്രമി അറബി ഭാഷയാണ് സംസാരിച്ചതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ ഭീകരാക്രമണ ഭീഷണിയുള്ളതായി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് 17,000-ഓളം പോലീസ് സേനയും വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. പാനൂരിനടുത്ത് ചെണ്ടയാട് വരപ്രയിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അശ്വന്ത്, രജിത്, അതുൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM നേതൃത്വം ആരോപിച്ചു. നവവത്സരാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതൃത്വം പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. സംഘപരിവാർ ശക്തികൾ MDയോട് മുൻവൈരാഗ്യം തീർക്കുകയാണെന്ന് സംവിധായകൻ കമൽ. MDക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷാപിതാവിനെ ഹൈജാക്ക് ചെയ്യാൻ സംഘപരിവാർ ശക്തികൾ ശ്രമം നടത്തിയത് ചെറുത്തതു മുതലുള്ള മുൻവൈരാഗ്യം തീർക്കലാണ് MDയോടുള്ള ചിലരുടെ പ്രതിഷേധമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംവിധായകൻ കമൽ ആരംഭിച്ചത്. താൻ മുസ്ലിം ആയതുകൊണ്ടാണ് അവർ തന്നെ വേട്ടയാടിയതെന്നും ഇന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ നിർമാല്യം പോലൊരു സിനിമ MDക്കല്ല വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ലെന്നും കമൽ പറഞ്ഞു. 1973 നിർമാല്യം എന്ന സിനിമ ചെയ്യുമ്പോൾ MDയെ പോലെ ഒരുപക്ഷെ അന്നത്തെ അന്തരീക്ഷം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്നാണെങ്കിൽ MDക്കല്ല ആർക്കും അതിന് കഴിയില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. നിർമാല്യം എന്ന സിനിമ ചെയ്യുമ്പോൾ അന്ന് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആവിഷ്കാരപരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് അനുവദിച്ചു കൊടുത്തൊരു ജനതയുണ്ട് ഇവിടെ. അത് ആസ്വദിച്ചൊരു ജനസമൂഹമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. MDക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിരവധി പേരാണ് ടൗൺ ഹാളിൽ ചേർന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാലക്കാട് നെന്മാറയിൽ പുതുവത്സരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. നെന്മാറ കേട്ടേങ്കാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എലവഞ്ചേരിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവം. ഒലവങ്കോട് കോപ്പറേറ്റീവ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സുജിത്ത്. സിനിമാ സമരത്തിൽ തിയേറ്റർ ഉടമകൾക്കെതിരെ ആഞ്ഞടിച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. തിയേറ്ററുകൾ അടച്ചിട്ട് സമരം നടത്തുന്ന തിയേറ്ററുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിയേറ്റർ ഉടമകളെ സർക്കാർ കയറൂരി വിടുന്നത് നിർമ്മാതാക്കളെ കൊല്ലുന്നത് തുല്യമാണെന്നും അടൂർ പറഞ്ഞു. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവരണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. സിനിമാ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സമരം നടത്തുന്ന തിയേറ്റർ ഉടമകൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ ആഞ്ഞടിക്കുകയായിരുന്നു. സമരം നടത്തുന്ന തിയേറ്ററുകളെ സർക്കാർ അടച്ചുപൂട്ടിക്കണം. നിർമ്മാതാക്കളെ കൊല്ലുന്ന തരത്തിലേക്കാണ് തിയേറ്റർ ഉടമകൾ ഏകാധിപത്യ സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചിട്ട് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാം, തൽക്കാലം നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇത് തീരെ ശരിയല്ല. അങ്ങനെ ധിക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ഉപാധികൾ ഗവൺമെൻറ്റിൻ്റെ വശം വേണം. സർക്കാർ തീർച്ചയായിട്ടും ഇടപെടണം. ഇങ്ങനെ ധിക്കരിക്കുന്ന തിയേറ്ററുകളെ അവരുടെ പ്രദർശനം നടത്താനുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. സിനിമാ സമരത്തിൽ സർക്കാർ ഉടൻ ഇടപെട്ട ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട അടൂർ മലയാള സിനിമയുടെ രക്ഷയ്ക്കായി സർക്കാരിന് മുന്നിൽ നേരത്തെ സമർപ്പിച്ച നിർദ്ദേശങ്ങളും ആവർത്തിച്ചു. നിർബന്ധമായിട്ടും മലയാള സിനിമ തിയേറ്ററിലെ സ്ക്രീനിങ് ടൈമിൻ്റെ 60 മുതൽ 70 വരെ ശതമാനം മലയാള സിനിമയ്ക്കായിട്ട് നീക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തിയേറ്റർ ഉടമകൾ കരുതുന്നത് മലയാള സിനിമയിലേ വേണ്ട, നമുക്ക് തമിഴ് കാണിക്കുക, ഇഷ്ടംപോലെ ഓഡിയൻസ് ഉള്ളല്ലോ കേരളത്തിൽ, അതുപോലെ നല്ല രസമായിട്ടുള്ള പടങ്ങൾ തെലുങ്കി വരുന്നുണ്ട്, മലയാളം സിനിമ കടലിൽ പോകട്ടെ എന്ന് പറയുന്ന ഒരു തരം സമീപനം അത് തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് ഇപ്പോഴുണ്ട്. ഇതിന് പരിഹാരം കണ്ടേക്കുള്ളൂ. തിയേറ്ററുകളിൽ ടിക്കറ്റിംഗ് സംവിധാനം അടിയന്തരമായി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ സമോവ, ടോങ്ക, കിരിബതി ദ്വീപുകളിലാണ് 2017 ആദ്യമെത്തിയത്. വമ്പൻ ആഘോഷ പരിപാടികളോടുകൂടിയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. പസഫിക് ദ്വീപ് സമൂഹത്തിലെ ടോങ്കോയിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. പിന്നീട് ന്യൂസിലൻഡിലെ ഓക്ലൻഡ് 2017 വരവേറ്റു. പുതുവർഷത്തെ ആരവത്തോടെ വരവേൽക്കാൻ ഓക്ലൻഡിലെ സ്കൈ ടവറിൽ 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. കരിമരുന്ന് പ്രയോഗങ്ങളും ആഘോഷങ്ങളും ന്യൂസിലൻഡിനെ ആഹ്ലാദത്തിലാക്കി.
500 കിലോയുടെ കരിമരുന്നാണ് ഓക്ലൻഡിൽ വർണ്ണക്കാഴ്ച ഒരുക്കിയത്. 2016 യാത്രയക്കാൻ ആയിരക്കണക്കിന് പേരാണ് സിഡ്നിയിൽ ഒത്തുചേർന്നത്. 7 ടൺ കരിമരുന്നാണ് പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറാക്കിയിരുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30യോടെയായിരുന്നു ഓസ്ട്രേലിയയിൽ പുതുവർഷം എത്തിയത്. യുഎസിലെ ദ്വീപായ ബക്കർ ദ്വീപിലും ഹൈലാൻഡ് ദ്വീപിലുമാണ് അവസാനമായി പുതുവർഷം കടന്നുവന്നത്. ശബരിമല വിശേഷങ്ങൾ. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബംഗളൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5-ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഇവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക. ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും.